അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നീറ്റിന് പഠിക്കുന്ന എല്ലാവരും വരുത്തുന്ന 10 മിസ്റ്റേക്സ് ആണ്. നമ്മുടെ വീക്ക് ഏരിയസിൽ നിന്ന് മാത്രമാണ് ആ വർഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വർഷമായിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ അത്രയും കാലമുള്ള നിങ്ങളുടെ കഷ്ടപ്പാട് മുഴുവൻ വെള്ളത്തിലാവും. ഹലോ ഹായ്, സ്മീത് അസ്കിയ ഹിയർ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നീറ്റിന് പഠിക്കുന്ന എല്ലാവരും വരുത്തുന്ന 10 മിസ്റ്റേക്സ് ആണ്. സോ ഫസ്റ്റ് വൺ, അൺഈവൻ പ്ലാനിങ്. അൺഈവൻ പ്ലാനിങ്, സപ്പോസ് നമ്മളിപ്പോൾ ഇന്നൊരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ചു. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യും. വാവ്, നമ്മളിപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് ഒരു 90 ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 95 to 98 വരെ നമുക്ക് എന്ത് ചെയ്യും, സിമ്പിളായിട്ട് ആൻസർ ഒക്കെ കിട്ടും. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. നിങ്ങൾ ഇതേ സാധനം ഒരു 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 60 to 70 ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വീണ്ടും പോട്ടെ, നിങ്ങളിപ്പോൾ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്ന് ഇരിക്കുക. ഈ 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 50% ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും ഈസി ആയിട്ട് നമ്മളെല്ലാം വരുത്തുന്നത് ഒരു മിസ്റ്റേക്ക്. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ച പാട് നമ്മൾ ഭയങ്കര ഫ്രഷ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ എക്സസൈസ് എക്സാമ്പിൾ എല്ലാം സോൾവ് ആക്കി ഇരുന്ന് നമ്മൾ സപ്പോസ് എല്ലാവർക്കും ഒരു പ്രിഫേർഡ് ബുക്ക് ഉണ്ടാവും, എല്ലാവർക്കും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാവും. ഈ ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു. ആ സമയത്ത് നമുക്ക് എല്ലാതും കിട്ടും. നമ്മൾ ഫ്രഷ് മൈൻഡാണ്. ഈ ഒരു 2 വീക്സ് ഇങ്ങനെ കടന്നു പോകും. 2 വീക്സ് കഴിയുന്നതോടുകൂടി നമ്മുടെ മെമ്മറിയിൽ ഉള്ള ഫീഡ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇതാണ് നമ്മൾ വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ കവർ ചെയ്യണം. അത് ആകെയുള്ള ഒരു വഴി എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് റിവിഷൻസ് ആയിരിക്കും. റിപ്പീറ്റഡ് റിവിഷൻസ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചയുടെ ഇടയിലാണെങ്കിലും ഡെയിലി നമുക്ക് ഈ ഇക്വേഷൻസിൻ്റെ നിന്ന് തുറന്നു നോക്കുക. ഇക്വേഷൻസ് ആ ചാപ്റ്ററിൻ്റെ ഒന്നും ഇല്ലെങ്കിലും ആ ചാപ്റ്ററിൽ എന്തൊക്കെ ഹെഡിങ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കണ്ടന്റ് എന്താണെന്നെങ്കിലും ഓർത്ത് വെക്കുക. ഇക്വേഷൻസ് ചെറിയൊരു ഓർമ്മ ഉണ്ടാവാം. പിന്നെ വലിയൊരു പ്രശ്നമാണ് സ്ലീപ്പ്. സെക്കൻഡ് വൺ ഇസ് സ്ലീപ്പ്. നമ്മൾ ഈ നീറ്റിനൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും വരുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇന്ന് നമുക്കൊരു 2 മണിക്കൂർ ഉറങ്ങിയാൽ മതി, എനിക്ക് ഒരുപാട് പെൻഡിങ് പോർഷൻസ് തീർക്കാനുണ്ട്, സോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഉറക്ക് കുറച്ച് കുറയ്ക്കാം. എന്നിട്ട് ഇന്ന് നമ്മൾ 2 മണിക്കൂറൊക്കെ ഉറങ്ങും, നാളെ എന്ത് ചെയ്യും, കുറേയൊക്കെ പഠിക്കും. ചിലപ്പോൾ അന്ന് നമ്മൾ നേരത്തെ പഠിക്കാനുള്ള ഉദ്ദേശിച്ച സാധനമൊക്കെ തീരും. അപ്പൊ അതെന്ത് ചെയ്യും, അന്ന് നമ്മൾ 8 മണിക്കൂർ ഉറങ്ങും. നമ്മൾ പ്രതീക്ഷിനെ കുറച്ച് കൂടുതൽ ഉറങ്ങും, ചിലപ്പോൾ 10 മണിക്കൂർ ഉറങ്ങും. ഈ ഉറക്കം എന്ന് പറയുന്ന സാധനം നമ്മളെ ബോഡീനെ ഫിസിക്കലി ഒരുപാട് ബാധിക്കുന്ന ഒരു സാധനമാണ്. ഇന്ന് നമ്മൾ 2 മണിക്കൂർ ഉറങ്ങി എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു 10 മണിക്കൂർ ഉറങ്ങി എന്ന് കരുതിയിട്ട് അടുത്ത ദിവസം നമ്മളെ ബോഡി ഒരിക്കലും 2 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കില്ല. അത് നമ്മളെ ഹെൽത്തിനെ തന്നെ വളരെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന ഒരു സാധനമായിരിക്കും. ആൻഡ് ടുവേർഡ്സ് എൻഡൊക്കെ ഞാനൊക്കെ ഉറക്കം നന്നായിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ഈ ഉറക്കം കളഞ്ഞാലുണ്ടല്ലോ, ഈ ഭയങ്കര മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കൂടും. മൈഗ്രെയിൻ കൂടും, സ്ട്രെസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ കണ്ണിനൊക്കെ വേദന വരും. ഈ സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതിന്റെ പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഉറക്കം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ പഠിക്കാനുണ്ട്, ഓക്കെ ഫൈൻ, എവറിത്തിങ് ഇസ് റൈറ്റ്. കാരണം നമ്മളെ കൂടെ എല്ലാവരും പഠിക്കുന്നതാണ്. കുറച്ച് ടൈം കിട്ടിയാൽ നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവർ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റവർ കൂടുതൽ പഠിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ കൂടും. പക്ഷെ എന്നാലും ഉറക്കം ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള സ്ലീപ്പ് എപ്പോഴും കൊടുത്തിരിക്കാം. തേർഡ് വൺ ഇസ് ഹെൽത്ത്. നമ്മൾ ഈ ഒന്നാമത്തെ ഉറക്കം തന്നെയാണ് ഹെൽത്തിനെ ബാധിക്കുന്നത്. മറ്റൊരു കാര്യം ഫുഡാണ്. നമ്മുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന സാധനമാണ്. ലാസ്റ്റ് 3 months ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഒരിക്കലും നിങ്ങൾ ഔട്ട്സൈഡ് ഫുഡിലേക്കൊന്നും കൂടുതൽ പോകരുത്. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ള നമുക്ക് അറിയുന്ന ഒരാളുണ്ട്. ആള് ലാസ്റ്റ് നീറ്റ് എക്സാമിന് പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു. ആൾക്ക് ഡയറിയ വന്നു. നീറ്റ് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ആൾക്ക് ഡയറിയൊക്കെ വന്ന ആൾ ഭയങ്കര വീക്കായി, BP ഡ്രോപ്പായി. ആൾക്ക് എക്സാം എഴുതാൻ നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റില്ല. കാരണം എക്സാം ഹാളിൽ കയറുമ്പോഴും ആൾ വൊമിറ്റ് ചെയ്യുക, ഡയറിയൻ്റെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് എക്സാം വൃത്തിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഔട്ട്സൈഡ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ നമ്മുടെ ബോഡിക്ക് അത്ര പ്രിഫറബിൾ അല്ലാത്ത ഫുഡൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കാം. കുറച്ച് കാലത്തേക്കല്ല, സാക്രിഫൈസസ് ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, കൂട്ടത്തിൽ ഒന്നും കൂടെ, അത്രയേ ഉള്ളൂ. ഇനി ഫോർത്ത് വൺ, PYQs. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു സാധനമാണ്. PYQs നമ്മൾ എക്സാംസിന്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റിലേക്ക് PYQs തന്നെ ചെയ്യാതെ വേറെ പുതിയ ക്വസ്റ്റ്യൻസ് തേടി പോകും. ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ NTA ഒരു ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, ഇപ്പൊ 1990s ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1980s ക്വസ്റ്റ്യൻസ് ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് പോലും യാതൊരു ചേഞ്ചും വരുത്താതെ PYQs അതുപോലെ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ PYQsന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ പറ്റും. ഏതെല്ലാം രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏതെല്ലാം ആംഗിളിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മനസ്സിലാക്കാൻ എപ്പോഴും PYQs ഹെൽപ്ഫുൾ ആയിരിക്കും.
അപ്പൊ ഒരിക്കലും എന്താ പറയാ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് തേടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും തിരഞ്ഞിട്ട് പോരുത്. PYQs എപ്പോഴും ശ്രദ്ധിക്കുക. PYQs റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇഗ്നോറിങ് യുവർ വീക്കർ സൈഡ്. ഇപ്പൊ സപ്പോസ് എനിക്കൊരു ചാപ്റ്റർ, എനിക്കെപ്പോഴും ഇക്വിലിബ്രിയം കുറച്ച് ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ ആയിരുന്നു. ഈ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും, നമ്മളെപ്പോഴും ലാസ്റ്റിലേക്ക് വെക്കും. ബാക്കിയുള്ള ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ്, ഇപ്പൊ എനിക്ക് സപ്പോസ് എനിക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുപോലെ ഈ കെമിക്കൽ കോർഡിനേഷൻ, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെപ്പോൾ പഠിക്കായിരിക്കും ആ ചാപ്റ്റേഴ്സ് നമ്മൾ കൂടുതൽ പഠിക്കും. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ. ഈ ചാപ്റ്റേഴ്സ് നമ്മൾ കൂടുതൽ ചെയ്യും, കൂടുതൽ വർക്ക് ചെയ്യും, പഠിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ വീക്കർ ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നോക്കാനേ ഒരു മടിയായിരിക്കും. കാരണം കുറെ ഇക്വേഷൻസ് ഉണ്ട്, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്താലും അത് കിട്ടുന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ വീക്കർ സൈഡ് എപ്പോഴും മാറ്റി വെക്കും. ബട്ട് ഒറ്റ കാര്യം ആലോചിക്കുക, സപ്പോസ് ആ വർഷത്തെ നീറ്റിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ നമ്മുടെ വീക്ക് ഏരിയാസ്, പക്ഷെ നമ്മുടെ വീക്ക് ഏരിയാസ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ വീക്ക് ഏരിയാസ് ആവുന്ന യാതൊരു നിർബന്ധമില്ല, ഇറ്റ് ഡിപ്പെൻസ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ വീക്ക് ഏരിയാസിന് മാത്രമാണ് ആ വർഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വർഷമായിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ അത്രയും കാലമുള്ള നിങ്ങളുടെ കഷ്ടപ്പാട് മുഴുവൻ വെള്ളത്തിലാവും. അതാണ് വരുന്നത് വീക്കർ ഏരിയാസ് എന്ന് പറഞ്ഞാൽ. ആ വീക്ക് ഏരിയാസിന് അവിടെ ഒരിക്കലും ഇഗ്നോർ ചെയ്ത് പോകരുത്. ആ വീക്ക് ഏരിയാസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുള്ള മുഴുവൻ മെഷേഴ്സും എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വീക്ക് ഏരിയാസ് ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയരുത്. അതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. എല്ലാവരുടെ ലൈഫിലും ഒരുപാട് പേര് ഒരു അബദ്ധമായി പോയി എന്ന് പറയുന്ന സാധനം. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു തവണ ഇക്വിലിബ്രിയം വളരെ എന്താ പറയാ ജസ്റ്റ് പുറത്തോട്ട് പെരിഫറൽ ആയിട്ടാണ് പഠിച്ചിട്ട് പോയത്. ആ വർഷം ഒരു പക്ഷേ ഇക്വിലിബ്രിയത്തിൽ ആ ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ വർഷം തന്നെ ഗവൺമെന്റ് MBBS സുഖമായിട്ട് കയറിപ്പോയത്. കാരണം എൻ്റെ സെയിം സ്കോറുള്ള ആളുകൾ ആ വർഷം ഗവൺമെന്റ് മെഡിക്കൽ സീറ്റ് കയറിപ്പോയി. അപ്പോൾ കേരളത്തിൽ കയറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് തന്നെ ആ വീക്ക് ഏരിയ നമ്മൾ ഒന്നുകൂടെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഉഷാറായിട്ട് കയറിപ്പോരാം. പിന്നെയുള്ളൊരു സംഭവം, ഈ നെക്സ്റ്റ് ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുന്നത് ലാസ്റ്റ് ഡേ. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് May 5th എക്സാം തോന്നും, May 4th നമ്മൾ ഒരുപാട് സാധനങ്ങൾ പഠിക്കണം എന്ന് കരുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ടുവേർഡ്സ് എൻ്റെ ഒരു ലാസ്റ്റ് ഡേ കൊണ്ട് നിങ്ങൾക്ക് ഫ്രം ബോട്ടം ടു ദ ടോപ്പുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും പഠിക്കുക അല്ലെങ്കിൽ മൊത്തം റിവൈസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് എപ്പോഴും ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഓർക്കണം. ഞാനൊക്കെ ലാസ്റ്റ് മെമ്മറി ഷോർട്ട് മെമ്മറി ഉള്ള ആളാണ്. അപ്പൊ എനിക്കൊക്കെ എപ്പോഴും തോന്നിച്ചാണ് എല്ലാ ചാപ്റ്റേഴ്സും വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതൊരിക്കലും ലാസ്റ്റ് ഡേ ഒന്നും കൊണ്ട് നടക്കില്ല. ഒരു 5-6 ദിവസമൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാം വൈഡായിട്ട് വായിച്ചു പോകുന്നല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും 1 or 2 days കൊണ്ട് ഇത് മൊത്തമായിട്ട് കവർ ചെയ്യുന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ആ ഒരു 1 ഡേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന സാധനം, ഈ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് ഡേ നിങ്ങൾ ചില ഫിഗേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ്, ചില വാല്യൂസ് ഒക്കെ നമുക്ക് എന്തായാലും കാണാതെ പഠിച്ചു വെക്കേണ്ട വാല്യൂസ് ഒക്കെ ഉണ്ടാവും. ഈ സാധനമൊക്കെ ലാസ്റ്റ് ഡേ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. എല്ലാ ഇക്വേഷൻസും നോക്കി പോവുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചില പേജസ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ നോട്ടിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഡേ ആ പേജസ് ഒക്കെ നോക്കി നമ്മൾ കുറച്ച് വീക്കാണെന്ന് തോന്നുന്ന സാധനങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലാസ്റ്റ് ഡേ കീപ്പ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്രിസ്പ് ആയിട്ടുള്ള നോട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളൊരു മിസ്റ്റേക്ക് മോക്ക് ടെസ്റ്റ്. ഈ മോക്ക് ടെസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത വലിയൊരു അബദ്ധമാണ്. നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ അയ്യോ ഇനി കുറച്ച് ദിവസം പഠിക്കാനുള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇന്നൊരു മോക്ക് ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ 3.5 hour നമ്മൾ കളയും. ഇപ്പോൾ കൂൾ ഓഫ് ടൈം കൂടി കൂട്ടിയിട്ടാണെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 4 hours നമ്മൾ എന്തായാലും എക്സാമിന് കളയും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാനൊക്കെ ഒരു 5-6 മണിക്കൂർ പോകും. ടുവേർഡ്സ് എൻഡ് അല്ലേ, അപ്പോൾ അത്രയും സമയം കളയാനില്ല. അപ്പോൾ നമുക്ക് അത്രയും നേരം കൂടെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് സ്കിപ്പ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു ഒരു 50% ആളുകളും ചെയ്യുന്ന ഒരു 50 അല്ല അതിന് മുകളിൽ ആളുകൾ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ് ഈ മോക്ക് ടെസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 200 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് അബവ് ഓൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ 1 കറക്റ്റ് ആണ്, ബാക്കിയുള്ള 3 റോങ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്നത് ഒരു ഇൻഫർമേഷൻ അല്ല, മോർ ദാൻ ദാറ്റ് ആ ബാക്കി 3 എന്തുകൊണ്ട് റോങ് ആയി എന്നുള്ള ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടൊന്ന് കറക്റ്റ് ആയി എന്നുള്ള ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. മാത്സ് ഫോളോയിങ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ അതിന് എബവ് ഓൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കയ്യിൽ കിട്ടണം. അത് ആ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു 3 hour എക്സാം പെർ ക്വസ്റ്റ്യൻ 1 minute മാത്രമുള്ള ഒരു എക്സാമിൽ
നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റിന് നമ്മൾ എത്ര ടൈം കൊടുക്കണം, ഒരു സബ്ജക്റ്റിന് എത്ര ടൈം കൊടുക്കണം, ഇല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ഈ ഒരു പ്ലാനിൽ ഇത്ര ടൈം കൊണ്ട് നമുക്ക് ബയോളജി തീർക്കണം, ഈ ഒരു ടൈം കൊണ്ട് കെമിസ്ട്രി തീർക്കണം, ഫിസിക്സ് തീർക്കണം, ഏത് ഓർഡറിൽ പഠിക്കണം, ഇങ്ങനത്തെ എല്ലാവർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും. അപ്പൊ ആ ഒരു ടൈം പ്ലാനിങ് ഷെഡ്യൂൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ എന്തുകൊണ്ടും മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഒട്ടും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ ഒട്ടും മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതാതെ പോകുന്നത് എപ്പോഴും ഒരു അബദ്ധമാണ്. അതിനേക്കാൾ ചിലപ്പോൾ സ്കോർ ചെയ്യുന്നത് അത്രയും പ്രിപ്പയർഡ് അല്ല, കാരണം കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കുറവുണ്ട്, അത്രയും ഒരുപാട് ടൈം ഒന്നും എടുത്ത് പഠിച്ചിട്ടില്ല. പക്ഷെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാ മോക്ക് ടെസ്റ്റും വിടാതെ അറ്റൻഡ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കായിരിക്കും ചിലപ്പോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. കാരണം അയാൾ എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ പേപ്പറിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് എടുക്കണം, ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താലായിരിക്കും നമുക്ക് കൂടുതൽ ആൻസേഴ്സ് കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ടൈം മാനേജ് ചെയ്യാം. മോർ ദാൻ ദാറ്റ് സ്ട്രെസ്, ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം ഓഫ്ലൈൻ എക്സാം എഴുതുമ്പോഴുള്ള സ്ട്രെസ് ഉണ്ടല്ലോ, ഒരിക്കലും ഓൺലൈനിൽ കിട്ടില്ല. ഈ ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതുമ്പോൾ ആ ഒരു എക്സാമിനേഷൻ ഹാളിനകത്തുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ സ്ട്രെസ്, ഈ സാധനം എല്ലാം മാനേജ് ചെയ്യാൻ മോക്ക് ടെസ്റ്റ് ഒരുപാട് അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് നന്നായിട്ട് പറ്റും. ഒരിക്കലും മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞത്, ഈ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് ടെലിഗ്രാമിലാണെങ്കിലൊക്കെ നമ്മൾ കാണുന്ന സാധനമുണ്ട്, നീറ്റിന് 50 more days, 50 days സ്ട്രാറ്റജി, 30 days സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ട്രാറ്റജീസ്, യൂട്യൂബ് വീഡിയോസ്, അതിനുള്ള ഒരുപാട് പ്ലാൻസ് ഒക്കെ കാണും. അതിൽ പോയി വീടരുത്. അത് പറയാനുള്ള റീസൺ എന്താണെന്ന് പറയാം. ഒരുപക്ഷെ അത് അവരുടെ കൊമേഴ്ഷ്യൽ കാര്യം എന്തോ ആവട്ടെ. ആൻഡ് അബവ് ഓൾ, ഒന്നും പഠിക്കാതെ 0 ആയിട്ട് ഇരിക്കുന്ന ഒരാൾ 30 days കൊണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്കറിയാം എത്രത്തോളമൊക്കെ പോകാൻ പറ്റുന്നത്. നിങ്ങൾ എന്താ സ്ട്രാറ്റജി ആണോ ഇപ്പൊ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണോ ഇത്രയും കാലമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്, അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. കാരണം എൻ്റെ സ്റ്റഡിങ് പാറ്റേൺ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം സം എൽസ്. അതുപോലെ തന്നെ ആയിരിക്കും ഓരോ ആളുകളും. ചിലപ്പോൾ കൂടുതൽ സമയം കേട്ട് പഠിക്കുന്നവരുണ്ടാവും, ചില ആളുകൾ കണ്ടു പഠിക്കുന്നവരുണ്ടാവും, ചില ആളുകൾ എഴുതി പഠിക്കുന്നവരുണ്ടാവും, ചില ആൾക്കാർ എന്താ പറയാ പിക്ചേഴ്സ് ഒക്കെ വരച്ച് അനലൈസ് ചെയ്ത് കുറച്ച് ടൈം ഒക്കെ എടുത്ത് പാട്ടൊക്കെ കേട്ട് സിമ്പിളായിട്ട് പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും പഠിക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഓരോ യൂട്യൂബ് വീഡിയോസിലും ഒരുപാട് സ്ട്രാറ്റജീസ് കണ്ടിട്ട് ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്കറിയാം. ഈ ടോഡ്സ് നീറ്റ് ആകുമ്പോഴേക്ക് മുഴുവൻ സ്ട്രാറ്റജി കൊണ്ട് വേറെ വിലയിരിക്കും. 30 days സ്ട്രാറ്റജി, ദിസ് ഈസ് എവറിത്തിങ് വാട്ട് ഐ ഡിഡ് ഫോർ മൈ നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാണും. അത് പോട്ടെ, അത് അവരുടെ ഇൻകം ആണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് അവർ പഠിച്ചത് അവർക്ക് ഫിറ്റ് ആണെന്ന് തോന്നിയതും അവർ ചെയ്തിട്ട് ശരിയായതും അതായിരിക്കാം. അപ്പൊ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നോട്ടൊന്നും ഒരു തെറ്റില്ല. പക്ഷെ അവർ ചെയ്തത് തന്നെ നമ്മൾ ചെയ്താൽ എനിക്ക് നീറ്റ് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും സ്റ്റഡിങ് പാറ്റേൺ ഇസ് ഡിഫറെന്റ്, നമ്മൾ കൊടുക്കുന്ന ടൈം ഇസ് ഡിഫറെന്റ്, എല്ലാം ഡിഫറെന്റ് ആണ്. ആ ഒരു സാധനം മനസ്സിലാക്കിയെടുക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സിന്റെ, ഒരുപക്ഷെ നല്ല വെൽ നോൺ ടീച്ചേഴ്സ് ആയിരിക്കും, നല്ല അടിപൊളി പ്രൊഫസേഴ്സ് ആയിരിക്കും, എല്ലാം കൊണ്ടും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആയിരിക്കും, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ ഇത്രയും കാലം ഫോളോ ചെയ്ത ഒരു പാറ്റേൺ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ കൊണ്ടിട്ട് റിവേഴ്സ് അടിച്ചിട്ട് വേറൊരു പാറ്റേണിലേക്ക് പോകരുത്. അത് നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ സ്ട്രെസ്സും ആൻഡ് മോർ ഓവർ നമുക്കൊരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവാൻ മാത്രമേ ഇത് യൂസ് ആവുള്ളൂ. പിന്നെയുള്ളൊരു വലിയ മിസ്റ്റേക്കാണ് ബുക്സിന്റെയും ഈ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ കാര്യത്തിൽ വരുന്നത് അടി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരാൾ നമ്മൾ വിളിച്ചു പറയാം, ഞാൻ ഈ ബുക്ക് റെഫർ ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല ബുക്കാണെന്ന് തോന്നി, ഇല്ലെങ്കിൽ സപ്പോസ് ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി തോന്നി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എക്സാമിന്റെ അടുത്താകുമ്പോൾ വേറെ ആൾ പറയും, നമ്മൾ അത്രയും കാലം ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നൊരു ബുക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നോട്ട്സ് ഉണ്ടാവും, നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത്, ഓൾ ഓഫ് എ സഡൻ അവന് അത് പഠിച്ചിട്ട് ഒരുപാട് സ്കോർ ഉണ്ട്, എനിക്ക് ഇത്ര ഇല്ലല്ലോ. ആ ഒരു സാധനം ഒരിക്കലും മൈൻഡിൽ വെക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും ഇന്ന ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു നോട്ട്സ് ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫസറുടെ നോട്ട്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടും, അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഏതെങ്കിലും ഒരു ബുക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് നീറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ബുക്കിന് ഒരു പേരേ ഉള്ളൂ, ദാറ്റ് ഈസ് NCERT. NCERT എന്ന് പറയുന്ന ബുക്ക് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധനത്തിന് ആ ഒരു വാക്കിന് തന്നെ വാല്യൂ ഉള്ളൂ. വേറെ ഏത് പഠിച്ചിട്ടും നിങ്ങൾക്ക് ഈ ബുക്ക് പഠിച്ചാൽ എന്തുകൊണ്ടായാലും നീറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നത് വെറും അബദ്ധം മാത്രമാണ്. അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല. NCERT നിങ്ങൾ 101% കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് പഠിച്ചെന്നും അത് റിവൈസ് ചെയ്തെന്നും അതിനടുത്ത് മുഴുവൻ കണ്ടന്റ്സും ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ടു വറി അബൌട്ട്. നിങ്ങൾക്ക് എന്തായാലും നീറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ മറ്റുള്ളവർ സജസ്റ്റ് ചെയ്യുന്ന ബുക്സും മറ്റുള്ളവർ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ലാസ്റ്റ് മൊമെന്റിൽ കയറിയിട്ട്
നോക്കാൻ നിൽക്കരുത്. കാരണം ലാസ്റ്റിലേക്ക് ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ കൂടുതലായിരിക്കും. ഓ അപ്പൊ അവന് സ്കോർ കിട്ടുന്ന ഇത് കാരണമായിരിക്കില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കയറിയിട്ട് അതന്നെ പോയി കാണാൻ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ അത്രയും കാലം ഉണ്ടാക്കി വെച്ചൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഒക്കെ മാറ്റിയിട്ട് ലാസ്റ്റ് മൊമെന്റ് ചേഞ്ച് ചെയ്യാൻ നിൽക്കും. ഈ ചേഞ്ചിങ് ഒരിക്കലും വരുത്തരുത്. വലിയ അബദ്ധമാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് മിസ്റ്റേക്ക് ഇസ് കോമ്പറ്റീഷൻ. നിങ്ങൾ സപ്പോസ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട്, അയാളിപ്പോൾ 690 695 സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കോർ ചെയ്യുന്നത് 600 ഇല്ലെങ്കിൽ ഓക്കെ പോട്ടെ ഒരു 550 560 റേഞ്ചിലൊക്കെ സ്കോർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കൂടെ വേറൊരുത്തൻ വന്നിട്ട് പറഞ്ഞാടാ എനിക്ക് 680 ഉള്ളൂ ഇല്ലെങ്കിൽ 670 ഉള്ളൂ, എനിക്ക് എന്താ പറയുക അവൻ്റെ അത്ര പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മുടെ വിഷമം പറഞ്ഞു ഇരിക്കുക. നമ്മൾ വേറെ 550 അല്ലെങ്കിൽ 500 കൊണ്ടിരിക്കുന്ന നമ്മളെടുത്ത് വേറൊരുത്തൻ വന്നിട്ട് 680 എനിക്ക് ടോപ്പ് സ്കോർ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ എനിക്ക് എയർ 100 ഒക്കെ കിട്ടുന്നതാണ് ആഗ്രഹം, എനിക്ക് കിട്ടൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ നമ്മൾ അവിടെ ഫ്ലാറ്റ് ആവും. കാരണം നമ്മുടെ സ്കോർ നല്ലതാണ്. ഇപ്പോൾ 600 610 620 ഒക്കെ ഉണ്ടെങ്കിലും ദാറ്റ്സ് ഒബ്വിയസ്ലി എ വെരി ഗുഡ് സ്കോർ. നിങ്ങൾക്ക് ഗൺ ചെയ്ത് കിട്ടാവുന്ന ഒരു സ്കോർ തന്നെയാണ്. പക്ഷേ മറ്റൊരാളായിട്ട് നമ്മൾ അപ്പം അവിടെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഒരു കമ്പാരിസൺ വരും. സ്വാഭാവികമാണല്ലോ. നമ്മൾ കൂടുതൽ ഒരാൾ 680 വെച്ചിട്ടും അയാൾ വിഷമിച്ചിരിക്കുന്നു ഒന്നുമല്ല. അയാളുടെ സ്കോർ കാണുമ്പോൾ നമുക്ക് അയ്യോ അയാൾക്ക് അത്രയും സ്കോർ ഉണ്ടാക്കുക, അത്രയും കിട്ടും, ഇല്ലെങ്കിൽ ആ ഒരു കോളേജ് കിട്ടും. നമ്മളിപ്പോഴും 600 ഇരിക്കുന്നു, 550 ഇരിക്കുന്നു, 500 ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. എനിക്ക് കിട്ടും, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ? ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ലാസ്റ്റ് മൊമെന്റിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ കയറി വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ദ എൻഡ്. പിന്നീട് നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മളെ തന്നെ ഡൗട്ടാണ്, അയ്യോ എനിക്ക് ഇത് കിട്ടാൻ ചാൻസ് ഒന്നുമില്ല, ഇതിപ്പോ ഇനി കിട്ടുമോ? ഇപ്പൊ എത്ര പഠിക്കാൻ തുടങ്ങിയല്ലോ അയ്യോ ഇതിപ്പോ ശരിയാവോ, അവരിപ്പോ നമ്മൾ അത്രയൊന്നും പഠിക്കുന്നില്ല അല്ലെങ്കിലും അവർക്ക് അത്രയും സ്കോർ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. നമുക്കത് നമ്മുടെ 100% നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആകെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും ആയിട്ട് നമ്മളൊരു കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ടു യോർ സെൽഫ് ഓൺലി. നമ്മളായിട്ടാണ് കോമ്പറ്റീഷൻ ചെയ്യേണ്ടത്. എനിക്ക് ഈ ഒരു എക്സാമിൽ എനിക്ക് 550 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാമിൽ അത് 560 580 എനിക്ക് അതിന് മുകളിലേക്ക് ആക്കാൻ എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. ആ ഒരു സമയം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളോടാണ്. അല്ലാതെ അപ്പുറത്ത് 680 690 സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ 700 സ്കോർ ചെയ്യുന്ന വെറും 0.001% ആ ഒരു പെർസെൻറ്റേജിനോടല്ല നമ്മൾ ഒരിക്കലും കോമ്പീറ്റ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നത് ഈ സ്കോർ വെച്ചിരിക്കുന്നത് നമ്മളോടാണ്. കാരണം നമുക്ക് മാത്രമേ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു നമ്മളിപ്പോൾ ഒരു ലെവലാണെങ്കിൽ ആ ലെവലിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേറെ ആരെ കൊണ്ടും പറ്റില്ല. വേറെ ആളെ നോക്കിയിരുന്നോണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു ലെവലിലേക്ക് എത്താൻ പോകുന്നില്ല. നമ്മളെ മാത്രമാണ് നമ്മുടെ ലെവൽ കൂട്ടാൻ നോക്കുന്നത്. സോ നമ്മൾ എപ്പോഴും കോമ്പീറ്റ് ചെയ്യേണ്ടത് നമ്മളോട് മാത്രമായിരിക്കണം. ദിസ് ആർ ദ 10 മിസ്റ്റേക്സ് ദാറ്റ് എവ്രിവൺ ഡു. നമ്മൾ ഈവൻ ഞാനാണെങ്കിലും ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ആണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഈ 10 മിസ്റ്റേക്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ മീൻസ് ഡെഫിനറ്റ്ലി യു ഷുഡ് അവോയ്ഡ്. ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ വീഡിയോ. ഹോപ്പ് ഇറ്റ്സ് ഹെൽപ്ഫുൾ. കാരണം ഈ ഒരു കാര്യങ്ങളെല്ലാം ആദ്യം അവോയ്ഡ് ചെയ്ത് വെച്ചതിന് ശേഷം പഠിക്കാനിരിക്കുക. ഇനി പുതിയ സ്ട്രാറ്റജീസോ പുതിയ വീഡിയോസ് കണ്ടിട്ട് ഓക്കെ ഇനി അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാം, അതിനൊന്നും നിൽക്കരുത്. നമ്മൾ നമ്മുടെ ഷെഡ്യൂൾ വെച്ച് പഠിക്കുക. എനിക്ക് സജഷൻസ് ചോദിക്കാം. അല്ലാതെ നിങ്ങൾ പഠിക്കുന്ന ബുക്സും നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീസും എല്ലാം അവോയ്ഡ് ചെയ്ത് പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ മൂവ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 50-55 ഡേയ്സ് മാത്രമേ ബാലൻസ് ഉള്ളൂ. ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഉഷാറായിട്ട് എക്സാം എഴുതുക. This is what I have to say to you all. NEET 2024 ഉഷാറാക്കിയിട്ട് എഴുതുക. All the best to you guys.